മറ്റ് രാജ്യത്തിൻ്റെ സിലബസിൽ ക്ലാസ് നടത്തുന്ന സ്ഥാപനങ്ങളും അവർക്ക് കേരള സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ NOC ആവശ്യമാണ്. വിദ്യാഭ്യാസ അവകാശ നിയമം സെക്ഷൻ 18 സ്കൂളുകൾക്കുള്ള അംഗീകാരം നൽകുന്ന സ്ഥലത്ത് കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതൊരു ഗസറ്റ് നോട്ടിഫിക്കേഷനായിട്ട് തന്നെ ഇന്ത്യ ഗവൺമെൻറ് ഇറക്കിയിട്ടുണ്ട്. ഗസറ്റ് നോട്ടിഫിക്കേഷനാണ് എൻ്റെ കയ്യിൽ. 2015 ഗസറ്റ് വിജ്ഞാപനം വിദ്യാഭ്യാസ അവകാശ നിയമത്തിൻ്റെ തുടർച്ചയായി സെക്ഷൻ 14 CBSE സ്കൂളുകൾക്ക് അംഗീകാരം നൽകുന്നതിനെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വം കൃത്യമായിട്ട് തന്നെ പറഞ്ഞു. കേരള സർക്കാരിൻ്റെ ഉത്തരവ് CBSE സ്കൂളുകൾക്ക് അംഗീകാരം നൽകുന്നതിനെ സംബന്ധിച്ചുള്ള വിശദമായ ഗവൺമെൻറ് ഉത്തരവ് ഇതിനെ സംബന്ധിച്ചിടത്തോളം DG വിദ്യാഭ്യാസ ഡയറക്ടർ CBSE സ്കൂളുകൾക്ക് അംഗീകാരം നൽകുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഉത്തരവുകളെല്ലാം സൂചിപ്പിച്ചുകൊണ്ട് ഇറക്കിയിട്ടുള്ള മറ്റൊരു ഉത്തരവ്. CBSEയുടെ കേന്ദ്ര അധികാരികൾ തന്നെ ഇറക്കിയിട്ടുള്ള ഒരു ഉത്തരവുണ്ട്. CBSE അഫിലിയേഷൻ ബൈലാ ചാപ്റ്റർ 2 അതിൽ സംസ്ഥാന ഗവൺമെൻറ് അംഗീകാരം പിൻവലിച്ചാൽ അവർക്ക് അംഗീകാരം നൽകാൻ കഴിയില്ല എന്നുള്ള നിലയിൽ അവർ തന്നെ ഇറങ്ങിയിട്ടുള്ള നോംസ് ഫോർ അഫിലിയേഷൻ എന്ന് പറഞ്ഞതിൽ അവർ CBSEയുടെ കേന്ദ്ര പരമായിട്ട് തന്നെ നടത്തിയിട്ടുള്ളതാണ്. നൽകിയ NOC പിൻവലിക്കുന്നത് സംബന്ധിച്ചിടത്തോളം CBS ബൈല ചാപ്റ്റർ 12 അതിൽ കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയാം. അപ്പം അതുകൊണ്ട് തന്നെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ NOC വാങ്ങേണ്ട സ്ഥാപനങ്ങൾ മുഴുവൻ NOC വാങ്ങണമെന്നും ബന്ധപ്പെട്ട DOമാർ ഇതിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കീഴിൽ വരുന്ന സ്ഥാപനങ്ങളെ പരിശോധന നടത്തി റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിലെ ഈ ഉത്തരവ് ബാധകമായിട്ടുള്ള സ്കൂളുകളുടെ പ്രശ്നമാണ് ഞാൻ പറയുന്നത്. 1ാം ക്ലാസ് പ്രവേശനത്തിന് ഇവിടെ എൻട്രൻസ് പരീക്ഷയും ഇൻ്റർവ്യൂ നടത്തുന്നത് സംബന്ധിച്ചിടത്തോളമുള്ള പരാതി ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എന്ന് മാത്രമല്ല, രക്ഷാകർത്താക്കളെ ഇൻ്റർവ്യൂ നടത്തുകയാണ്. ഇത് ഒരു തരത്തിലുള്ള ബാലപീഡനമാണ്. 1 മുതൽ 8 വരെയുള്ള 6 വയസ്സ് മുതൽ 16 വയസ്സ് വരെ സൗജന്യവും സാർവത്രികമായ വിദ്യാഭ്യാസം നിയമപരമായി തന്നെ അംഗീകരിച്ച നാടാണ് നമ്മുടെ നാടെന്ന് പറയുന്നത്. വൻ ഫീസും പല പേരിലുള്ള ഫീസും അധ്യാപകരുടെ ജന്മദിനം പോലുള്ള ദിവസങ്ങളിൽ ചില വിദ്യാലയങ്ങളിൽ കോംപ്ലിമെൻറ്റ്സ് നൽകുന്നതും ഇത് എല്ലാ വിദ്യാർത്ഥികൾക്കും നൽകാൻ കഴിയാത്ത ഒരു സാഹചര്യം ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. SSLC പരീക്ഷ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ 11ാം ക്ലാസ്സിലേക്ക് അഡ്മിഷൻ തുടങ്ങി. ചില സ്കൂളുകൾ പരീക്ഷ ഒരിക്കലും തുടങ്ങിയില്ല. നമ്മുടെ കേരളത്തിൽ സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജ്, മെഡിക്കൽ കോളേജ്, മറ്റ് പ്രൊഫഷണൽ കോളേജുകൾക്കെല്ലാം ഫീസ് ഏകീകരിച്ചിട്ടുണ്ടല്ലോ ഗവൺമെൻറ്. ഒരു തരത്തിലുള്ള വിദ്യാഭ്യാസ കച്ചവടവും
ഈ ഗവൺമെൻറ് അനുവദിക്കാൻ വേണ്ടി പോകുന്നില്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുന്നതിനുള്ള സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ നിർദ്ദേശങ്ങളും ഉത്തരവുകളും അനുസരിക്കാത്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ നോട്ടീസ് നൽകി വിശദീകരണം ആവശ്യപ്പെടുന്നതാണ്. രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും പരാതികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി പ്രത്യേക സംവിധാനം പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഓഫീസിൽ ഒരുക്കുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണുള്ളത്. എന്താ CBSE ഇൻ്റർനാഷണൽ സിലബസാണ്. CBSE അല്ല, ഇൻ്റർനാഷണൽ സിലബസാണ്. അതിൻ്റെ NOC കൊടുത്തിട്ടേ ഇല്ല. CBSE അല്ല, ഇൻ്റർനാഷണൽ സിലബസാണ്. അവിടെ ഈ ഗ്ലോബൽ സ്കൂളിൽ ഇൻ്റർനാഷണൽ സിലബസാണ്. NOC കൊടുത്തിട്ട് അവർ NOCക്ക് വേണ്ടി സമീപിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ ഫയലിൽ നോക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. കൊടുത്തിട്ടില്ല. ഈ ഞാൻ പറഞ്ഞ രേഖകളുടെ അടിസ്ഥാനത്തിൽ ബാധകമാണ്. അല്ല, നമ്മളിപ്പോൾ വിദ്യാഭ്യാസ ഡയറക്ടറുടെ എൻക്വയറിക്ക് പോയ അവസരത്തിൽ 2 ആഴ്ചക്കാലം സമയം കൊടുത്ത് നേരിട്ട് ഹാജരാക്കാൻ വേണ്ട നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഹാജരാക്കിയില്ലെങ്കിൽ അതിന് ആവശ്യമായ നടപടി സ്വീകരിക്കും. ആവശ്യമായ നടപടി എന്താ